എന്നെ പോലുള്ള അല്ലെങ്കിൽ അരുണിനെ പോലുള്ള അനീഷിനെ പോലുള്ള ഒരുപാട് പേർക്ക് അവരൊരു എന്താ പറയുക കൈപിടിച്ച് കയറ്റാൻ അവർ റെഡിയാണ്. കാരണം അവർ ഇന്ന് ഫോബ്സ് ലിസ്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇവർ. ഒരാൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്, അയാൾക്ക് ഞാൻ ഭക്ഷണം വാങ്ങി കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ കൊടുക്കുന്നതും ഭക്ഷണം കഴിപ്പിക്കുന്നതും എടുക്കുന്നത് തെണ്ടിത്തരമാണ്. ഞാനിപ്പോൾ കാറിൽ പോകുന്ന സമയത്ത് ഞാൻ 25 പ്രാവശ്യമൊക്കെ, ഇപ്പം ഞാൻ എൻ്റെ നാട് പാലക്കാടാണ്, ഒരു 25 പ്രാവശ്യമൊക്കെ ഞാൻ ആ പോയി മറഞ്ഞൊരു സോങ് ഞാൻ പ്ലേ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും ഫേവറേറ്റ്. എൻ്റെ ഫേവറേറ്റ് സോങ് അതാണ്. എൻ്റെ വൈഫ് അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അയലിൻ്റെ ആഴങ്ങളിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് കേൾക്കുന്ന സമയത്ത് അവൾ പറയും ഒന്ന് നിർത്തുമോ എന്നൊക്കെ ചോദിക്കും. ഇപ്പം എനിക്ക് വേണമെങ്കിൽ പറയാം, ഒരു മിസ്റ്റേക്ക് വന്നിട്ടില്ല, അവർ ആദ്യത്തെ പടം ഒന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയാണ് പറയാം. പക്ഷെ അങ്ങനെയല്ല, മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അല്ല, ഓപ്പണായിട്ട് സംസാരിക്കുന്നത് എനിക്ക് പ്രശ്നങ്ങളെ വന്നിട്ടുള്ളൂ. കാരണം നമ്മൾ ഈ സുഖിപ്പിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും പ്ലീസ് ചെയ്യാനായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് അധികം ഇത് ലാസ്റ്റ് ചെയ്യില്ല. ഈ സിനിമയിലേക്ക് വേണ്ടി നിങ്ങളിപ്പോൾ ഒരു 100 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഏത് സിനിമ വേണമെങ്കിലും കാണാം. ഈ സിനിമ കാണുമ്പോൾ നിങ്ങളൊരു വലിയൊരു എന്താ പറയുക, ഒരു ചാരിറ്റിയുടെ ഭാഗം കൂടി ആവുകയാണെന്നുള്ളത്. ഓഗസ്റ്റ് 23 റിലീസാവുന്ന കർണിക എന്ന സിനിമയിലെ നായകനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ്, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. അപ്പോൾ നമ്മുടെ സിനിമ റിലീസാകുമ്പോൾ എങ്ങനെയാണ് ഈ സിനിമയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ കഥ എത്തുന്നത് താങ്കളിലേക്ക്? അതായത് ഇതൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു ബേസിക്കലി. അതിന് ഡയറക്റ്റ് ചെയ്ത അരുൺ വെൺപാലയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഷോർട്ട് ഫിലിമിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രൊജക്ട് ഡിസൈനർ സോഹൻ റോയ് സാറെ പോയി കാണുകയും അദ്ദേഹമാണ് ഈ സിനിമ ഒന്ന് വലുതാക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ തമിഴ് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. സോഹൻ റോയ് സാറാണ് വിളിക്കുന്നത്, ഇങ്ങനെ ഒരു ചെറിയ സിനിമയാണ്, അതിനകത്ത് ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി നമുക്ക്, കാരണം എനിക്കൊരു എന്താ പറയുക, സിനിമാ മോഹമായിട്ടുള്ള എനിക്കൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ തന്നിട്ടുള്ളത് അദ്ദേഹമാണ്. ഏരീസ് ഗ്രൂപ്പിനോടുള്ള നന്ദി എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അവരൊരു സിനിമ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളൊന്ന് ചെയ്യും. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ തമിഴ് ഒരു പ്രൊജക്റ്റ് വന്നു, ഞാൻ പക്ഷേ അത് എടുത്തില്ല. കാരണം എനിക്ക് ഈ പ്രോജക്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല. പക്ഷേ ഇതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ് ശരിക്കും. ഇതിനകത്തൊരു നായകൻ അല്ലെങ്കിൽ നായിക എന്നുള്ളതിനെക്കാട്ടും നായികയ്ക്ക് പ്രാധാന്യം കൂടുതലുള്ള സിനിമയാണ്. നമ്മുടെ മലയാളത്തിൽ നായികയ്ക്ക് പ്രാധാന്യമുള്ള സിനിമകൾ കുറവാണ്, വളരെ കുറവാണ്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു സിനിമയാണ്. കാരണം ഇതിനകത്ത് അതിലൊരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല നമുക്ക്. കാരണം ആ ഒരു ട്രാക്കിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ ക്യാരക്ടറും നമ്മളറിയാതെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇതിൻ്റെ ഡയറക്ടർ അരുൺ ഡെയിലി എന്നോട് ചോദിക്കും, കാരണം ഞാനിത് ഈ സാധനം ഒന്ന് ക്ലോസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല, അടുത്ത സീക്വൻസ് പ്രിയങ്കയുടെ കൂടെ ഇതും കൂടെ ഒന്ന് ഞാൻ വിയാൻ അവിടെ പ്ലേസ് ചെയ്യാണ്. അപ്പോൾ സ്ക്രിപ്റ്റിൽ ഒരുപക്ഷെ പ്രിയങ്ക മാത്രം ഉള്ളതായിരിക്കും, പക്ഷേ നമ്മുടെയും കൂടെ പ്രസൻസ് അവിടെ വേണം എന്ന് ഡയറക്ടർക്ക് തോന്നി. അവസാനം ത്രൂ ഔട്ട് ഞാനും പ്രിയങ്കയുമാണ് ഇതിനകത്ത്. നിങ്ങളുടെ ഒരു കോംബോയാണ് കൂടുതൽ വന്നിട്ടുള്ളത്. പിന്നെ ഈ സിനിമയുടെ ഒരു വലിയൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഒരു ഹൊറർ, ഇൻവെസ്റ്റിഗേഷൻ, റൊമാൻസ്, ത്രില്ലർ ഇതെല്ലാം കൂടിയിട്ട് ഒത്തിണങ്ങിയിട്ടൊരു പടം കൂടിയാണ്. എന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയോ ആ ഒരു ഗണത്തിലൊന്നും ഒരിക്കലും പെടുത്തരുത്. ഇത് ഒരു കൂട്ടം പുതുമുഖങ്ങളോടൊപ്പം ഈ പറഞ്ഞ പോലെ പ്രിയങ്കയും TG രവിചേട്ടനൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിനിമയായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ പാട്ടുകൾ തന്നെയാണ്. ഇപ്പോൾ 3-4 പാട്ട് ഇറങ്ങി, ട്രെയിലർ ഇറങ്ങി. അപ്പോൾ എല്ലാം ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിനകത്തേക്ക് കയറിയിട്ടുള്ള പാട്ടുകളാണത്. അതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് അരുൺ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അരുൺ ഒരു ഡയറക്ടറെക്കാട്ടിലുപരി ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് ഇൻഡസ്ട്രിയിൽ വരേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ ഈ പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ കറണ്ടൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ റേഡിയോയിലാണ് പാട്ടുകൾ കേട്ടോണ്ടിരുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ നല്ലൊരു ലിസണറാണ്, നന്നായിട്ട് പാട്ടുകൾ കേൾക്കുന്ന ഒരാളാണ്. അപ്പം ഞാനിപ്പോൾ കാറിൽ പോകുന്ന സമയത്ത് ഞാൻ 25 പ്രാവശ്യമൊക്കെ, ഇപ്പം ഞാൻ എൻ്റെ നാട് പാലക്കാടാണ്, ഒരു 25 പ്രാവശ്യമൊക്കെ ഞാൻ ആ പോയി മറഞ്ഞൊരു സോങ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും ഫേവറേറ്റ്. എൻ്റെ ഫേവറേറ്റ് സോങ് അതാണ്. എൻ്റെ വൈഫ് അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അയലിൻ്റെ ആഴങ്ങളിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് കേൾക്കുന്ന സമയത്ത് അവൾ പറയും ഒന്ന് നിർത്തുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ എൻ്റെ വൈഫും ഇത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അത് റിപ്പീറ്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രയും ഗംഭീരമായിട്ടുള്ള സോങ്സാണ് ഇതിനകത്തുള്ളത്. പിന്നെ എന്ന് പറയുമ്പോൾ ഈ ഏരീസ് ഗ്രൂപ്പിനെയും ഇതിൻ്റെ സോഹൻ റോയ് സാറും ഇതിൻ്റെ അഭിനയം ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും സിനിമയിൽ നിന്നുള്ള ലാഭം കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ല. അതായത് എന്നെപ്പോലുള്ള അല്ലെങ്കിൽ അരുണിനെ പോലുള്ള അനീഷിനെ പോലുള്ള ഒരുപാട് പേർക്ക് അവരൊരു
എന്താ പറയുക, കൈപിടിച്ച് കയറ്റാൻ അവർ റെഡിയാണ്. കാരണം അവർ ഇന്ന് ഫോബ്സ് ലിസ്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇവർ. അപ്പോൾ ഒരുപാട് പേരൊക്കെ അവരതൊരു ചാൻസ് കൊടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ. അതിലുപരി ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങി ഈ സിനിമ ഹിറ്റാവുകയാണെങ്കിൽ ₹1 പോലും എനിക്ക് എൻ്റെ പോക്കറ്റിലേക്ക് വേണ്ട. അത് വയനാടുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി കൊടുത്തോ എന്ന് പറയുന്നത് ആ വലിയ മനസ്സിനാണ് എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമുള്ളത്. അത് ഈ അടുത്ത കാലത്ത് ആരും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു കാര്യമാണ്, ബാക്കിയുള്ളവരും ചെയ്യണം. അപ്പം അതിൻ്റെയും കൂടെ ഭാഗമായിട്ട് എന്താ പറയുക, അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് നമുക്ക് വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് ഞാനും ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രളയത്തിലുള്ള കുറച്ച് ആളുകൾക്ക് ഇതുപോലെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഡയറക്റ്റ്ലി ഞാൻ വയനാട് പോയി ചെയ്തതാണ്. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഒരു സിനിമ ഇങ്ങനെ ഒരു നോബൽ കോസിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അതാ ഒരുപക്ഷെ അവിടെ മൺമറഞ്ഞൊരു പ്രൊമോഷണൽ സ്ട്രാറ്റജി ആണ് എന്നൊക്കെ വിചാരിക്കാം. കാരണം ഇത് പ്രൊമോഷണൽ സ്ട്രാറ്റജി വേണമെങ്കിൽ ആക്കാം, എല്ലാവർക്കും ആക്കാം. പക്ഷേ ഈ പ്രൊമോഷണൽ സ്ട്രാറ്റജി കൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടെങ്കിൽ അത് പ്രൊമോഷണൽ സ്ട്രാറ്റജി ആക്കാം. എക്സാമ്പിൾ, ഒരാൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്, അയാൾക്ക് ഞാൻ ഭക്ഷണം വാങ്ങി കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ കൊടുക്കുന്നതും ഭക്ഷണം കഴിപ്പിക്കുന്നതും എടുക്കുന്നത് തെണ്ടിത്തരമാണ്. പക്ഷെ ഇതല്ല, ഇത് എത്രയോ കുട്ടികൾ അവർക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ലാഭം ഇല്ലെങ്കിൽ തന്നെ അത് അവരുടെ ഓർഗനൈസേഷന് കൊടുത്തോളും. അതായത് ഇപ്പോൾ ഇവരുടെ മറ്റേ ഏരീസ് എന്ന് പറഞ്ഞുള്ള ഗ്രൂപ്പ് റെഡിയാണ് അവർ കൊടുക്കാൻ ഓൾറെഡി. ഇതുകൂടെ ഉണ്ടെങ്കിൽ ഈ സിനിമയിലുള്ളവർക്കും കൂടെ അതൊരു ഭാഗമായി എന്നുള്ളത് പറയാം. അതുകൊണ്ടാണ് നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ പ്രൊമോഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളെ കയറ്റാൻ വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഒരുപാട് പറയേണ്ടി വരും. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. നമുക്കറിയാം ഏരീസ് ഗ്രൂപ്പിൻ്റെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്ന് എണ്ണി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സ്ട്രാറ്റജി ആക്കേണ്ടി വരും നമ്മൾ. പക്ഷെ അത് ഒരു വലിയൊരു മനസ്സ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കുറേ പേരുണ്ട് അതുപോലെ ചെയ്യുന്ന ആളുകൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഹൊറർ ഒരു കാലഘട്ടത്തിലേക്ക് മലയാള സിനിമ കടക്കുകയാണ്. ഇപ്പോൾ ബ്രഹ്മയുഗത്തോടു കൂടി ഇപ്പോൾ മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്യാൻ പോകുന്നു. ദേവദൂതൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മണിച്ചിത്രത്താഴിന്റെ ചെറിയൊരു ടച്ച് തോന്നി. പിന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു നായിക ആ ഒരു ഡാൻസ് ഇതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? അല്ല, അത് റിസംബ്ലൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയോ ഉണ്ട്. ഏതൊക്കെയോ ചില കാര്യങ്ങളിൽ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് പടം കണ്ടു കഴിഞ്ഞപ്പോൾ. ഒരു ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് തോന്നി ഒരു സാധനം എവിടെയൊക്കെയോ ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര രസമാണ്. അതായത് ആ ട്രെയിലർ നിങ്ങൾ വിഷ്വൽ ഇല്ലാതെ ജസ്റ്റ് നല്ലൊരു സ്പീക്കറിൽ കേട്ടോണ്ടിരുത്താൻ ഭയങ്കര രസമാണ്. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഫീൽ കിട്ടുന്നൊരു ട്രെയിലറാണ്. അപ്പോൾ അത് പ്രദീപ് ടോമാണ് ചെയ്തിരിക്കുന്നത്. പ്രദീപ് ടോമൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ അതിനകത്ത് KGF-ലൊക്കെ പാടിയിട്ടുള്ള അന്നയാണ് ഇതിനകത്ത് ഒരു സോങ് പാടിയിരിക്കുന്നത്, ആ കോവിലാമൻ്റെ എന്ന് പറഞ്ഞുള്ള സോങ്. പിന്നെ അയലിൻ്റെ ആഴങ്ങളിൽ പാടിയിട്ടുള്ള നിഖിലാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ള പാട്ട് പാടിയിട്ടുള്ളത്, ചെന്താമര എന്നുള്ള സോങ് പാടിയിട്ടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തൊരു ശരിക്കും ഒരു മ്യൂസിക്കൽ ടച്ചുള്ള ഒരു ഹൊറർ മിസ്റ്റീരിയസ് ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കഥ കേട്ട് കഴിയുമ്പോൾ ഒരു കഥാപാത്രത്തിനോട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാറ്? സത്യം പറഞ്ഞാൽ ഒരു പ്രിപ്പറേഷൻ നടത്താറില്ല ഞാൻ. എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ റീസെൻ്റ്ലി ഞാൻ ചെയ്തൊരു മൂവി സപ്തമിൻട്രി മുത്തംത എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് ഒരു സൈക്കോപാത്താണ് അതിനകത്ത് എൻ്റെ ഒരു ക്യാരക്ടർ. ഒരു സൈക്കിക് ഡിസോർഡർ ഉള്ള, എന്നാൽ പുറമേ സംസാരിക്കുമ്പോൾ അറിയില്ല, പക്ഷേ ഇയാൾക്കൊരു സൈക്കിക് ഡിസോർഡർ ഉണ്ട്. അത് ഇൻ്റർവെല്ലിന് ശേഷമാണ് അത് റിവീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇൻ്റർവെല്ലിന് മുൻപുള്ള സീനുകളിൽ നമ്മളിങ്ങനെ ഒന്നുകൂടെ ഇവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും വേണം ഇവൻ ആ സംസാരിച്ച നോട്ടത്തിലേക്ക് എന്തായിരുന്നുള്ളത്. അതിന് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് തലേ ദിവസവും ഒരു ഉറക്കമൊഴിച്ച് നമ്മൾ ഈ SLCക്കും +2നും ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ഞാൻ തോന്നുന്നത് അത്ര പോലും ഞാൻ പഠിച്ചിട്ടില്ല അതിലൊന്നും. പക്ഷെ ഇത് തമിഴ് ഡയലോഗ് മലയാളത്തിൽ എഴുതി ഒരു 12 ഷീറ്റ് പേപ്പറൊക്കെ തലേ ദിവസം ബൈഹാർട്ട് ചെയ്തിട്ട് എനിക്ക് പോയി പ്രസൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത് സിംഗിൾ ഷോട്ടാണ് അവർ പ്ലാൻ ചെയ്തത്. അതായത് ഒരു മൂവ്മെൻറ്റ് ഷോട്ടാണ്. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു വന്ന് ആക്ടിവിറ്റീസ് ചെയ്ത് പിന്നെ പറഞ്ഞു ഒരു ഏരിയ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡിലേക്ക് വന്ന് ഇങ്ങനെ അവസാനം ആ ഒരു സാധനത്തിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആ ഗ്രാഫിൽ തന്നെ നിന്ന് പോകും. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ CID രാമചന്ദ്രൻ എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഞാനൊരു ക്യാരക്ടർ ചെയ്തിരുന്നു, ഒരു സർക്കിളിൻ്റെ ക്യാരക്ടർ. അത് വളരെ എന്താ പറയുക, കുറച്ച് സീനുകളെ അതിനകത്തുള്ളൂ, പക്ഷെ അത് മതിയായിരുന്നു ആ സിനിമയ്ക്ക്. കാരണം അത് കണ്ടിറങ്ങിയ ഒരുപാട് എനിക്ക് കോൾസ് വന്നത് ആ സിനിമ കഴിഞ്ഞപ്പോഴാണ്.
ഇങ്ങനെ ആ ഒരു ക്യാരക്ടർ നല്ലതാണ്, നല്ല ഹിറ്റായ ഒരു മൂവിയാണ്. ആ ഹിറ്റായ മൂവിയാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഡയറക്ടർ കഴിഞ്ഞ ദിവസം നേരിട്ട് ഞങ്ങൾ കണ്ടിരുന്നു, അടുത്തൊരു പ്രോജക്റ്റിൻ്റെ ഡിസ്കഷനായിട്ട് കണ്ടു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു ഈ സെക്കൻഡ് പാർട്ടിലേക്ക് ഫസ്റ്റ് പാർട്ടെന്ന് ഒഴിവാക്കാൻ പറ്റാത്ത 2-3 പേരിൽ ഒരാൾ നിൻ്റെ ക്യാരക്ടറാണെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ആ ഒരു അയാളെ സപ്പോർട്ട് ചെയ്യുന്നൊരു ക്യാരക്ടറാണ് ഷാജോൺ ചേട്ടൻ. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആരെയൊക്കെ നമ്മുടെ ആൻസസ്റ്റേഴ്സിൻ്റെയൊക്കെ ബ്ലെസ്സിങ് കൊണ്ട് നമുക്ക് വേണ്ടത് നമുക്ക് വന്ന് ചേരും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഈ സിനിമയിൽ ഇതേപോലെ ഫേസ് ചെയ്തൊരു ചലഞ്ച് എന്തായിരുന്നു ഏറ്റവും കൂടുതൽ? ഇതിനകത്ത് ഫേസ് ചെയ്തൊരു ചലഞ്ച് എന്ന് പറയുന്നത്, നമ്മളുടെ ഇതുവരെ എനിക്ക് ഓരോ സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാര്യം നോക്കി പോകാമായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ എനിക്കത് പറ്റിയിട്ടില്ല. കാരണം ഈ സിനിമയിൽ ഈ പറഞ്ഞ പോലെ ഡയറക്ടറും നാട്ടിലില്ല, പുള്ളി ദുബായിൽ ജോലിയാണ്. സോറി, ദുബായിലാണോ ഖത്തറിലാണോ, പുള്ളി പുറത്തായിരുന്നു. പ്രൊഡ്യൂസർ നാട്ടിലില്ല. അപ്പോൾ ഈ ഒരു സിനിമ ടോട്ടൽ പ്രോജക്റ്റ് പുള്ളി അസിസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതായത് പ്രൊഡക്ഷൻ ഭാഗത്തു നിന്നാണെങ്കിലും ഡയറക്ഷൻ ഭാഗത്തു നിന്നാണെങ്കിലും പോസ്റ്റർ ഡിസൈനിങ്ങിലാണെങ്കിലും എല്ലാ സെക്ഷനുകളിലും നമുക്ക് നമ്മുടെ ഒരു കൈകടത്തൽ ആവശ്യം വന്നു. പക്ഷെ അത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു ലെസണാണ്. കാരണം അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. നാളെ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് നമുക്ക് ഇത്ര ബഡ്ജറ്റിന് ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഉറപ്പിച്ച് പറയും, ഉറപ്പായിട്ട് ചെയ്യാം സാർ. ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെങ്കിലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറയും അയ്യോ ഡയറക്ഷനൊന്നും നമുക്ക് അയ്യോ എന്ന് പറയും. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിച്ച് തുടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതെന്നെ സംബന്ധിച്ച് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയെന്നുള്ള വലിയൊരു ഭാഗ്യം. ആക്ടിങ്ങിന്റെ ഭാഗത്തൊന്നും വലിയ ചലഞ്ചും കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ വലിയ ചലഞ്ച് ചെയ്യേണ്ട സാധനങ്ങൾ കണ്ടന്റ് ആണല്ലോ. ഹൊററിന് മെയിനായിട്ട് വേണ്ട സാധനം നമ്മൾ പേടിക്കണം. നമ്മൾ പേടിക്കണം, ഒന്നുമില്ലെങ്കിൽ കാണുന്ന ആൾ പേടിക്കണം, നമ്മൾ പേടിക്കണം. മറ്റേ ഇതിൽ കൂടുതൽ ഈ പറഞ്ഞ പിന്നെ കൂടുതലും ഈ പറഞ്ഞ പോലെ റൊമാൻസ് സാധനങ്ങളാണ് കൂടുതലും ഉള്ളത്. അതായത് ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് ഫൈറ്റ് സീൻ ഉണ്ട്. അത് അനീഷും വില്ലനും കൂടിയിട്ടുള്ള ഒരു സീനാണ്. ഒറ്റ ഫൈറ്റേ ഉള്ളൂ, ചെറിയൊരു ഫൈറ്റാണത്. ഇതിനകത്ത് ഏറ്റവും മെയിൻ ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പക്ക ഹൊററല്ല. അതായത് ഇപ്പോൾ നമ്മൾ വേറെ ഹൊറർ സിനിമകൾ കോഞ്ചുറിങ്ങോ അല്ലെങ്കിൽ നണ്ണൊക്കെ കണ്ടിട്ട് ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. പറയാം. പക്ഷെ അതിനകത്ത് പോലും ഈ പറഞ്ഞ പോലെ ചില സീക്വൻസുകൾ നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത് വേറൊരു ഒരു പാറ്റേണിലായി സാധനം പോകുന്നു. അത് ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു കണ്ടിട്ട് കാര്യമില്ല, പക്ഷേ ഇതിൽ ക്ലൂ ആയി പോകും. ശരിക്കും ഒന്ന് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഡയറക്ടറും ക്യാമറമാനും പുതിയ ആളുകളാണ്. അവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്, അവരുടെ ഫസ്റ്റ് വർക്ക് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് കാണുന്നത്? ഡയറക്ടറും ക്യാമറാമാനും അവരുടെ ഫസ്റ്റ് വർക്ക് എന്നുള്ളതിൽ പോരായ്മകളുണ്ട്. ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്. പക്ഷേ അവരുടെ എഫേർട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഒരു സാധനം ചെയ്യാൻ എന്തൊക്കെ വേണം എന്നുള്ളത്. അതുകൊണ്ട് അസിസ്റ്റൻസ് ആണെങ്കിലും ചീഫ് ആണെങ്കിലും എല്ലാവരും. അതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചീഫ് അസോസിയേറ്റ് മാത്രമേ ഉള്ളൂ സിനിമ ചെയ്ത് പരിചയമുള്ളത്. അസിസ്റ്റൻസ് വരെ അവരുടെ ആദ്യത്തെ പടം വരും. അപ്പോൾ ചിന്തിച്ചാൽ പോരെ. കാരണം അതിനകത്തുള്ള കുറച്ച് അതൊന്നും തോന്നൂല. പക്ഷെ അല്ല, ഞാൻ പറയാണ്, ഒരു സ്വാഭാവികമായിട്ട് ഉള്ള വരേണ്ട മിസ്റ്റേക്കുകളുണ്ടല്ലോ, ചെറിയ സാധനങ്ങൾ ഒബ്വിയസ്ലി വന്നിട്ടുണ്ട്. പക്ഷെ അത് വളരെ ക്ലിയർ ആയിട്ട് അതിനെ ഓവർകം ചെയ്തിട്ടുമുണ്ട്. അത് നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പം എനിക്ക് വേണമെങ്കിൽ പറയാം ഒരു മിസ്റ്റേക്ക് വന്നിട്ടില്ല, അവർ ആദ്യത്തെ പടം ഒന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയാണ് പറയാം. പക്ഷെ അങ്ങനെയല്ല, മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അത് നന്നായിട്ട് ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഡേ തൊട്ട് ഞാൻ ആ പടത്തിലുണ്ട്. അതായത് 10 ദിവസമോ 9 ദിവസമോ എൻ്റെ ഡേറ്റ് ഉള്ളൂ. പക്ഷെ ഞാൻ അതിൻ്റെ ത്രൂ ഔട്ട് എനിക്കതിനകത്ത് ജോയിൻ ചെയ്യേണ്ടി വന്നു പല കാരണങ്ങളാലും. അപ്പോൾ അത് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ എന്ന് തോന്നിയിട്ടുണ്ട്. അത് ഈ സിനിമ കണ്ടിട്ടും ഇതിൻ്റെ ഡയറക്ടർ എന്നെ വിളിച്ച് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പുള്ളി എനിക്ക് വിയാനെ കൂടുതൽ എനിക്ക് അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ചില സീക്വൻസുകൾ കാണുമ്പോൾ. കാരണം ഇനിയും പുള്ളിക്ക് പോരാ, നമുക്ക് ഇനിയും എന്തൊക്കെയോ ചെയ്ത് വെക്കാമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. അത് എന്നെ സംബന്ധിച്ച് അതെനിക്ക് കിട്ടിയ വലിയൊരു എന്താ പറയുക അവാർഡായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു ഡയറക്ടർ ഒരു ക്യാരക്ടർ പുള്ളി ചിന്തിച്ചതിനെക്കാട്ടിലും മുകളിൽ വന്നു. പക്ഷേ അതിനേക്കാളും മുകളിൽ ഇനിയും കുറച്ചുകൂടെ സീക്വൻസുകൾ പുള്ളിക്ക് തരാൻ കഴിഞ്ഞില്ല എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൂടെ തന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആർട്ടിസ്റ്റുകളുടെ എന്താ ആവശ്യമുണ്ട്? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഓക്കെ, നമ്മളുടെ പാർട്ട് നമുക്ക് ഓക്കെയാണ്. പിന്നെ അതുപോലെ ആണെങ്കിലും ഇതിൻ്റെ ഡബ്ബിങ്ങിൻ്റെ സമയത്താണെങ്കിൽ പോലും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ബിജു ചേട്ടനുണ്ട്, ജോൺസൺ ചേട്ടൻ, അങ്ങനെ
കുറേ പേരുടെ ഒരു എഫേർട്ടാണ് ഇതിൻ്റെ പുറകിലുള്ളത്. പക്ഷെ നമ്മൾ പേര് പറയുമ്പോൾ തന്നെ ഡയറക്ടറുടെയും പ്രൊഡ്യൂസറുടെയും പേര് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതൊന്നുമല്ല, ഇതിന് വേണ്ടി ഒരുപാട് പേര് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ സ്കൂളുകൾ വഴിയൊക്കെ ഇതിൻ്റെ ടാലൻറ്റ് ഹണ്ട് കോമ്പറ്റീഷനുകളൊക്കെ നടത്തിയിട്ടുണ്ട്. പുതിയ അപ്കമിങ് ആയിട്ടുള്ള കുട്ടികളെ അവർക്കുള്ള പ്രൈസ്, ക്യാഷ് പ്രൈസൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട്. അപ്പോൾ അതൊന്നും ആരും ചെയ്യില്ല പുറമെ. പ്രമോഷൻ്റെ ഭാഗമായിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ പുതിയ ആളുകൾക്ക് ഒരു ചാൻസും കൊടുക്കുന്നു, അവരാ ചെയ്യുന്ന എഫേർട്ടിന് ക്യാഷ് പ്രൈസ് കൊടുക്കുന്നു. ഇതൊന്നും പ്രൊഡ്യൂസർ കൊണ്ടുപോയിട്ട് പോക്കറ്റിൽ ഇടുന്നില്ല എന്നുള്ളത് കൂടെ ഓർക്കണം. അപ്പോൾ എനിക്ക് ഇത്ര നേരം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് താങ്കൾ ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ മുമ്പത്തെ ഇൻ്റർവ്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. അത് എന്തെങ്കിലും പ്രശ്നമായിട്ട് നേരിട്ടുണ്ടോ? അല്ല, ഓപ്പണായിട്ട് സംസാരിക്കുന്നത് എനിക്ക് പ്രശ്നങ്ങളെ വന്നിട്ടുള്ളൂ. കാരണം നമ്മൾ ഈ സുഖിപ്പിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും പ്ലീസ് ചെയ്യാനായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് അധികം ഇത് ലാസ്റ്റ് ചെയ്യില്ല. കാരണം നമ്മുടെ അതായത് ഈ സത്യത്തിനും കള്ളത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സത്യം എന്ന് പറയുന്നത് ഏത് സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്യം തന്നെയായിരിക്കും, നമുക്കത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറ്റും. കള്ളം ഒരു സാധനം ഞാൻ ഇപ്പോൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വേറൊരു ഇൻ്റർവ്യൂ വരും, അതിനകത്ത് ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എന്തായിരുന്നു പറഞ്ഞതെന്ന് ചിന്തിക്കണം. അപ്പം ഞാൻ ചിന്തിക്കണം അതിന് മുൻപുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞത് മറ്റേ ഹോളിൽ വെച്ച് നടത്തിയ ഇൻ്റർവ്യൂവിൽ എന്തായിരുന്നു, എന്തിനാണ് അതിന് നിൽക്കുന്നത്. എൻ്റെ മനസ്സിൽ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇതൊരു ഈ പറഞ്ഞ പോലെ ഒരു മ്യൂസിക്കൽ ഒരു സ്റ്റോറിയാണിത്. ഈ പറഞ്ഞ പോലെ വലിയ താരനിരകളില്ലാത്ത ഒരു ചെറിയ ചിത്രമാണ്. പിന്നെ ഈ സിനിമ എന്തുകൊണ്ട് കാണണം എന്ന് പറയുന്നതാണെങ്കിൽ ഞാൻ മെയിനായിട്ട് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ഇത് ഒരു നോബൽ കോസിൻ്റെ ഭാഗമായിട്ടൊരു സിനിമയാണ്. ഈ സിനിമയിലേക്ക് വേണ്ടി നിങ്ങളിപ്പോൾ ഒരു 100 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഏത് സിനിമ വേണമെങ്കിലും കാണാം. ഈ സിനിമ കാണുമ്പോൾ നിങ്ങളൊരു വലിയൊരു എന്താ പറയുക, ഒരു ചാരിറ്റിയുടെ ഭാഗം കൂടി ആവുകയാണെന്നുള്ളതാണ്. അപ്പോൾ സിനിമയിൽ എന്തെങ്കിലും പ്രശ്നം നേരിട്ടുണ്ടോ ഇതേപോലെ ഓപ്പണായിട്ട് സംസാരിക്കുന്നതുകൊണ്ട്? ഓപ്പണായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് ഇല്ല. പക്ഷേ ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യം ഞാൻ അവരുടെ അടുത്ത് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. ആ സമയത്ത് ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. നീ നിൻ്റെ കാര്യം നോക്ക്, നീ ആവശ്യമില്ലാത്തതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിത്തിൻ 2 days എനിക്ക് കോൾ വരും. അതെ, നീ അന്ന് ഇതായിരുന്നല്ലേ നീ പറഞ്ഞത്, ഞാൻ പിന്നെ ചിന്തിച്ചപ്പോഴാണെന്നാണ് എനിക്കിതുവരെ കിട്ടിയിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത്. പക്ഷേ ആ 2 ദിവസം ഞാൻ ഭയങ്കര സങ്കടത്തിലായിരിക്കും. കാരണം എൻ്റെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരു കഥ കേൾക്കുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കില്ല, ഇത് വലിയ രസമായിട്ട് തോന്നിയില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരത് 10 ദിവസം കൊണ്ട് എഴുതിയ പടമായിരിക്കും, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് എഴുതിയ സീനായിരിക്കും, ഒരുപാട് കഷ്ടപ്പെട്ടതായിരിക്കും. അപ്പം നമ്മളൊരു പ്രേക്ഷകൻ്റെ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ ആ സമയത്ത് പറയുന്നത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ ആ സമയത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് അത് റിയലൈസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ, നമ്മുടെ വളരെ വേണ്ടപ്പെട്ട അതായത് ഈ പടം ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി എൻ്റെ ഒഴിവിന് വേണ്ടി പുള്ളി വെയിറ്റ് ചെയ്യണം. അതായത് ഈ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കഥ ഇപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഡെവിൾസ് അഡ്വക്കേറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്യാരക്ടേഴ്സിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ട്രാക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്കാണ് വീണ്ടും വന്നത്. ഡയറക്ഷൻ ഇതുവരെ ഞാൻ ചിന്തിക്കാത്തൊരു മേഖലയായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ടോട്ടൽ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഒരു പക്ഷേ ഭാവിയിൽ ഒരു പടം ഡയറക്റ്റ് ചെയ്തേക്കും. കഥ എഴുതി സ്വന്തമായിട്ട് എനിക്ക് അതാണ് എനിക്ക് കംഫർട്ട് എന്ന് എനിക്ക് തോന്നുന്നു. എഴുതിയിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഈ ഏരീസ് ഗ്രൂപ്പിന് വേണ്ടി തന്നെ ഒരു 50 വർഷത്തിന് ശേഷമുള്ള അതൊരു ആനുവൽ ഡേക്ക് വേണ്ടി എഴുതിയൊരു ചെറിയൊരു സ്ക്രിപ്റ്റാണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷ്വൽ ട്രീറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ആ കമ്പനിയുടെ ടോപ്പ് ഹെഡ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നെക്സ്റ്റ് 10 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ കമ്പനി എന്തായിരിക്കണം എന്നുള്ളത് ഞാൻ ആ വിഷ്വലിൽ കാണിച്ചിട്ടുണ്ട്. 20 വർഷത്തിന് ശേഷം എന്തായിരിക്കും ഈ കമ്പനി അവിടെ ഇരിക്കും എന്നുള്ളത് ആ വിഷ്വലിലുണ്ട്. അപ്പോൾ അത് ഇന്നും അതിൻ്റെ CEO ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും അതിൻ്റെ മലയാളത്തിലായിരുന്നു ഞാനത് ചെയ്ത് അതിനെ തർജ്ജമ ചെയ്ത് ഇംഗ്ലീഷിലാക്കി പുള്ളി അത് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് കിട്ടുന്ന വലിയൊരു ക്രെഡിറ്റ് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ വേറെ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് ഇതിൻ്റെ ഒരു തിരക്കഥ എങ്ങനെ എഴുതണമെന്ന് അറിയില്ല, എന്താ പറയുക, ഡയറക്ഷൻ എനിക്കറിയില്ല, ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഈ സിനിമ ഇപ്പോൾ പ്രൊജക്റ്റ് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെ എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് നമ്മളിരിക്കുന്ന ഈ ഇൻ്റർവ്യൂ പോലും ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഡേയിൽ, ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ടൈമിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഒരാൾക്ക് ഇനി ഒരു അച്ചീവ്മെൻറ്റ് വേണ്ട. ഞാൻ ഇതിൽ ഭയങ്കര ഹാപ്പിയാണ്.
ഇനിയിപ്പോ കർണിക അല്ലാതെ വേറെ ഏതെങ്കിലും സിനിമ വരാനിരിക്കുന്നു? കർണിക അല്ലാതെ ഇപ്പോൾ ഒരു 3 പ്രൊജക്റ്റ് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇതിന് ഈ കർണികയ്ക്ക് മുൻപ് 2 തമിഴ് പ്രൊജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ പറയുന്ന പോലെ നമ്മൾ ഈ സമയം ഒരുപാട് വില കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷന് കുറേ സമയം എനിക്ക് ആവശ്യം വന്നു. അതുപോലെ 1-2 വേറെ 1-2 ഒഫീഷ്യൽ പ്രൊജക്റ്റുകൾ നിൽക്കുന്നതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. പക്ഷേ ഈ 23-ന് ശേഷം വരുന്ന 2 പടങ്ങളുണ്ട്. അത് മിക്കവാറും കമ്മിറ്റ് ചെയ്യും. ഷൂട്ടിംഗ് കഴിഞ്ഞ് റിലീസിന് ഒരുങ്ങി നിൽക്കുന്ന വേറെ ഏതെങ്കിലും സിനിമ? ഷൂട്ടിംഗ് കഴിഞ്ഞ് റിലീസിന് ഒരുങ്ങി നിൽക്കുന്നതില്ല. കർണിക മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് തുടങ്ങണം. കുറച്ച് നാളൊരു ഗ്യാപ്പായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. ഗ്യാപ്പ് എടുത്തിട്ടാണോ അപ്പോൾ നമ്മുടെ കർണികയിലേക്ക് വരുന്നത്? തമിഴ് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല. തമിഴ് കഴിഞ്ഞ ഉടനെ ഇമ്മീഡിയറ്റ്ലി ഇവിടെ വന്നു. പക്ഷേ ഇവിടെ വന്ന് കംഫോർട്ട് ഏതാണ് കൂടുതൽ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കംഫർട്ട് തോന്നുന്നത് തമിഴാണ്. അല്ല, വേറൊന്നുണ്ട്. കാരണം അവിടെ എൻ്റെ സംസാരത്തിൽ തന്നെ മനസ്സിലാവും ഒരു തമിഴ് ടച്ച് കടന്നു വരുന്നുണ്ട്. അതായത് ഞാൻ പാലക്കാട്ടുകാരനാണ്. ഒരു സാധനമുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചതെല്ലാം തമിഴ്നാട്ടിലാണ്. അതായത് PG ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതെനിക്ക് ഒരുപാട് തമിഴ് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിനകത്ത് തമിഴിൻ്റെ ഒരു ഫ്ലുവൻസി എനിക്ക് കുറവുണ്ട്. വലിയ ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പറയാൻ അറിയാം. അത് ഞാൻ മലയാളത്തിൽ എഴുതി അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വാക്ക് കഴിഞ്ഞാൽ അടുത്ത വാക്ക് എന്താണെന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മൈൻഡിൽ കയറും. പക്ഷെ മലയാളത്തിലെ ഡയലോഗ്സ് നമ്മൾ കയറുന്നതിന് എനിക്ക് ചെറിയൊരു ഡിലേ ഫീൽ ചെയ്തിട്ടുണ്ട്. സ്വയം ഫീൽ ചെയ്തത് തമിഴാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ്. അവിടെയാണെങ്കിൽ അഭിനയിക്കാനും ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു സാധനമാണ്. അതായത് ഓരോ വാക്കിനും നമുക്ക് എക്സ്പ്രഷൻ കൊടുക്കാം. അത് മലയാളത്തിൽ ഇപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് നീ ഇന്നലെ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചുണ്ട് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. നീ എന്നെ നേരത്തെ കൂപ്പിടാന്ന് சொல்லிட்டு കൂപ്പിടില്ല എന്നുള്ള സാധനങ്ങൾക്കൊക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തു. അതുകൊണ്ടാണ് തമിഴിലെ ആക്ടേഴ്സിനൊക്കെ എപ്പോഴും ഒരു എന്താ പറയുക ഒരു ആക്ടിങ് ഒരു സാധനം ഇങ്ങനെ വരുന്നൊരു ഫീൽ ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നടന്നു പോകുന്ന ആളുടെ ഫേസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കിട്ടും. ആക്ഷൻസ് വരും, ഇതൊക്കെ വരും. മറ്റേതിന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മലയാളത്തിൽ ചുമ്മാ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അത് ഈ പടങ്ങൾ കാണുമ്പോൾ മനസ്സിലായാൽ മതി. അവർ പറയുന്ന ഓരോ വാക്കുകൾക്കും അതിൻ്റെ കുഞ്ഞു കുഞ്ഞു എക്സ്പ്രഷൻസ് അവർക്ക് ഇട്ട് കൊടുക്കാനുണ്ടാവും. പക്ഷെ മലയാളം ചിലപ്പോൾ അത് ഓവറാന്ന് പറയും. മലയാളത്തിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പറയും ഓ എന്തുപോലെ ഇത്. അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമ റിലീസ് ചെയ്യാൻ പോവാണ്. എന്തായാലും ഒരു ഗംഭീര വിജയമാവട്ടെ. അവസാനമായിട്ട് നമ്മുടെ ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? അല്ല, എല്ലാ തവണയും പറയുന്നത് പോലെയാണ് ഈ കർണികയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ ഈ പ്രൊമോഷൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ കർണിക എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് പുതുമുഖങ്ങൾക്ക് ചാൻസ് കൊടുത്തിട്ടുള്ള ഒരു വലിയൊരു എന്താ പറയുക ഒരു CSR അല്ലെങ്കിൽ ഒരു നോബൽ കോസ് ഉള്ളിലുള്ളൊരു സിനിമയാണ്. അപ്പോൾ എല്ലാ സിനിമ ഇൻഡസ്ട്രിയും നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ളവരാണ് പ്രേക്ഷകർ. അവരില്ല എന്നുണ്ടെങ്കിൽ ഈ സിനിമ ഇൻഡസ്ട്രി പോലും ഒന്നുമില്ല. ഈ സിനിമയും ഏറ്റെടുക്കുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഈ പൈറസി, ടെലിഗ്രാം പോലുള്ള അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. കാരണം സിനിമ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നൊരു മാധ്യമമാണ്. നിങ്ങൾക്ക് ഈ മൊബൈലിൽ കാണണമെങ്കിൽ ഈ പറഞ്ഞ പോലെ മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്യുന്ന ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഇന്ന് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നല്ല നല്ല കണ്ടൻറ്റുള്ള ഷോർട്ട് ഫിലിം അത്. അതുപോലെ സിനിമയെ ഒരുപാട് കുറച്ച് ഇതാക്കിയാതിരിക്കുക. അത് അതിൻ്റേതായിട്ടുള്ള ഫീലിൽ കൊടുത്ത് കാണുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഓണമാണ് വരുന്നത്. ഈ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ആശംസ. അപ്പോൾ എന്തായാലും ഈ തുടരെ ഒരുപാട് നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ. കർണിക ഒരു ഗംഭീര വിജയമാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.